ആശ്വാസം നൽകാൻ കഴിയാതെ ആത്മവീനായുള്ളം കലങ്ങിയപ്പോ ആരാലും വർണ്ണിപ്പാൻ കഴിയാതെ ദിവ്യസ്നേഹമെന്നാശ്വാസമാ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ കൈക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്ന നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞങ്ങൾ ആദ്യമായി അറിയിക്കുന്നു. വീണ്ടും സമാഗമന കൂടാരം എന്ന പഠന പരമ്പരയിൽ ഇങ്ങനെ ഒരുമിച്ചാകുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിൽ ഞങ്ങൾ സന്തോഷിക്കുകയും സന്തുഷ്ടിയോടെ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന കുവൈറ്റിലെ മംഗഫിലുള്ള ന്യൂ ലൈഫ് AG ചർച്ച്, അവിടുത്തെ വിശ്വാസികൾ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് എല്ലാവരോടും ഞങ്ങൾ കടപ്പാടുള്ളവരായിരിക്കുന്നു. ഇതിൻ്റെ പ്രേക്ഷകരും അവരെയും ആ സഭയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ പ്രോഗ്രാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഹാർവെസ്റ്റ് TV-യുടെ ഡയറക്ടേഴ്സ്, അതിൻ്റെ ഓഫീഷ്യൽസ്, ടെക്നീഷ്യൻസ് എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. അതുമാത്രമല്ല, യുദ്ധം ചെയ്യുന്നവനും വസ്ത്രം കാക്കുന്നവനും കൂലി പങ്കിടുന്ന കർത്താവ് എല്ലാവർക്കും ഒരുപോലെ പങ്കിടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ വീണ്ടും അങ്ങയുടെ വചനവുമായി കടന്നു വരുന്നു. എൻ്റെ ദൈവം, ഞങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിയെ തുറക്കണമേ. ദൈവഹിതമല്ലാത്ത ഒരു ചിന്ത ഞങ്ങൾക്ക് തരരുത്. ഒരു വാക്കുപോലും സംസാരിക്കുവാനിടവരരുത്. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ കൂടാരത്തൂണുകളെക്കുറിച്ചും പ്രത്യേകിച്ച് കൂടാരത്തൂണുകളുടെ ഉയരത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു, അവസരം തന്നു. വാസ്തവമായതിൻ്റെ പ്രതിബിംബമായ സമാഗമന കൂടാരത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഓരോ അളവുകൾക്കും അർത്ഥങ്ങളുണ്ട്, ആഴമായ അർത്ഥങ്ങളുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം ഉറപ്പിച്ചതാണെങ്കിലും ഒന്നുകൂടി പറയട്ടെ. ഇതിൻ്റെ ഓരോ ചെറിയ അളവുകളിൽ പോലും ആഴമായ അർത്ഥങ്ങൾ നിൽക്കുന്നത് കൊണ്ടും അത് തിരുവചനത്തിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ വചനവുമായിട്ടും വാക്യങ്ങളുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ ആ എല്ലാ ഭാഗങ്ങളും എടുത്ത് വിവരിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിന് സമയം ലഭിക്കാതെ വരുന്നു. എങ്കിൽ പോലും ഞങ്ങളെ പറ്റുന്നതായ വിധത്തിൽ അത് വിവരിച്ച് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവമക്കൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിന് 60 തൂണുകളാണുള്ളത്. തിരുവചനത്തിൽ പല ഭാഗത്തും കണക്കുകൾ ഏകദേശം കൂട്ടിപ്പറയുമ്പോൾ സമാഗമന കൂടാരത്തിലെ കണക്കുകളെല്ലാം കൃത്യമായിട്ടാണ് പറയുന്നതെന്ന കാര്യം മറന്നുപോകരുത്. തൂണുകൾ 60 ആയിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 27-10-14 കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം വായിച്ചതാണ്. എന്താണ് ഈ തൂണുകളെ 60 ആക്കി ദൈവം നിർത്തിയിരിക്കുന്നത്? സമാഗമന കൂടാരത്തിലെ പലകകൾ 48 വരുമ്പോൾ തൂണുകൾ 60, അതിൻ്റെ ഉയരം 5 മുഴം, യാഗപീഠത്തിൻ്റെ ഉയരങ്ങൾ, ഇങ്ങനെ പല അളവുകളും കണക്കുകളും എന്താണ് ദൈവം കൊടുക്കുവാൻ കാര്യം? പൊരുളിൽ ഇതിന് ബന്ധമുള്ളതുകൊണ്ടും കൃപായുഗത്തിലെ സഭയ്ക്ക് ഈ കണക്കുകളുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടുമാണ് ഇതിൻ്റെ ഓരോ കണക്കുകളിലും ദൈവം കൃത്യത വെച്ചിരിക്കുന്നത്. അങ്ങനെ കൃത്യമായും ദൈവം കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കണക്കാണ് അല്ലെങ്കിൽ ഈ തൂണുകൾ 60 എന്നുള്ളത്. എങ്ങനെയാണ് ദൈവം ഈ തൂണുകളുടെ സംഖ്യ 60 വരുവാൻ കാര്യം? നമ്മൾ സംഖ്യകളെക്കുറിച്ച് ചിന്തിച്ചതായ എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ, 12 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭരണക്രമത്തിൻ്റെ സംഖ്യയാണ്. 12 രത്നങ്ങളെ, 12 ഗോത്രങ്ങളെ, 12 അപ്പോസ്തലന്മാർ, ഇങ്ങനെയുള്ള 12ൻ്റെ ഏതാനും കണക്കുകൾ നമുക്ക് ചിന്തിക്കുവാനിടയായിട്ടുണ്ട്. ഈ 12 എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 12 ശിഷ്യന്മാരെയാണ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചത്. പക്ഷേ അതിൽ ഒരുവൻ പിശാചിനാൽ പിടിക്കപ്പെട്ടു, യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും പിന്നെ പോയി കെട്ടിഞ്ഞാന്ന് ചാകുകയും ചെയ്തു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിലും മറ്റും നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. പെന്തക്കോസ്ത് നാൾ സഭ തുടങ്ങുമെന്നും ആ സഭ ശക്തിയോടെ വരുന്നത് നിങ്ങളിൽ ചിലർ കാണുമെന്നും കർത്താവ് പറഞ്ഞു.
അത് മുൻപോട്ടുള്ള ഏതെങ്കിലും എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്, സഭ എന്ന് പറയുന്നത് എന്താണ്, ഇതൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങളിൽ ചിലർ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമെന്ന് കർത്താവ് പറഞ്ഞു എങ്കിൽ ഈ ശിഷ്യന്മാർ ദൈവരാജ്യം ശക്തിയോടെ വന്നത് കണ്ടു. ആ ശിഷ്യന്മാർ യൂദ കെട്ടിഞ്ഞാന്ന് ചത്തു കഴിഞ്ഞാണ് ഈ ദൈവരാജ്യം അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ സഭ ഇവിടെ സ്ഥാപിതമാകുന്നത്. അങ്ങനെ സ്ഥാപിതമാകുന്നതിന് തൊട്ടു മുൻപ് ഈ 11 ശിഷ്യന്മാരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അവരൊരു തീരുമാനമെടുത്തു. നമ്മളെ വിട്ട് തൻ്റെ സ്ഥലത്തേക്ക് പോയ യൂദയ്ക്ക് പകരം, നമ്മളോടുകൂടി ശുശ്രൂഷയിലുണ്ടായിരുന്ന ആ യൂദയ്ക്ക് പകരം നമുക്ക് ഒരാളെ കൂടെ തിരഞ്ഞെടുക്കണം. അങ്ങനെ അവർ ചീട്ടിടുകയും അപ്പോസ്തലപ്രവൃത്തി 1:26 നമുക്കത് കാണുവാൻ കഴിയും. അത് ഞങ്ങളിപ്പോൾ വായിച്ച് കേൾപ്പിക്കുകയാണ്. ചീട്ട് മത്ഥ്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അവർ യൂദയ്ക്ക് പകരം 2 പേരെ നിർത്തി അവർക്ക് വേണ്ടി ചീട്ടിട്ടു, പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പ്രസാദം അല്ലെങ്കിൽ ചീട്ട് വീണത് മാത്യാസിനായിരുന്നു. എന്തിനാണ് ഈ 11 പേരവിടെ ഉണ്ടല്ലോ, കർത്താവിൻ്റെ കൂടെ നടന്ന 11 പേര് കൂടെ ഉള്ളപ്പോൾ അതുപോരെ 120 പേരുള്ള ഒരു സംഘവും അവിടെയുണ്ട്. ആ സംഘത്തിൻ്റെ കൂടെ ഇനിയും ഒരാളെ കൂടി എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഈ 12 പുതിയ നിയമസഭയിലും അർത്ഥമുണ്ട്, കണക്കുകൾക്ക് പുതിയ നിയമസഭയിലും അർത്ഥമുണ്ട്. 12 ഭരണക്രമമായതുകൊണ്ട് 12 അപ്പോസ്തലന്മാരില്ലാതിരുന്നാൽ സമാഗമന കൂടാരമായിട്ടും അല്ലെങ്കിൽ നിഴലും പൊരുളുമായിട്ടുള്ള ആ ബന്ധങ്ങൾക്ക് ബ്രേക്ക് വരും, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങൾക്ക് അർത്ഥവ്യത്യാസമുണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് 11 അവിടെ 12 ആക്കിയിട്ട് പെന്തക്കോസ്ത് നാളിൽ അല്ലെങ്കിൽ ദൈവരാജ്യം ശക്തിയോട് വന്നുള്ള പുതിയ നിയമസഭയുടെ ശുശ്രൂഷ തുടങ്ങുന്നത്. ഈ കണക്കുകൾ എങ്ങനെയാണ് വരുന്നത്? 12 അപ്പോസ്തലന്മാരാൽ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരും അതിനെ 5 ലേഖനകർത്താക്കളും കൂടെ കൂടുമ്പോൾ 12 × 5 ലേഖനകർത്താക്കളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വേർപെട്ട കൂട്ടമാണ് 60 സംഖ്യയിൽ വരുന്നത്. 12 × 5 60. ഇസ്രായേൽ ഗോത്രവും 12 ആയിരുന്നല്ലോ. ആ 12 ഗോത്രങ്ങളോട് ദൈവത്തിൻ്റെ കരുണയാൽ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ് നിൻ്റെ ഗുണം കൊണ്ടല്ല എൻ്റെ കരുണയാലാണെന്ന് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ വായിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാലാണ് ഇസ്രായേൽ ഗോത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ആ സംഖ്യയാണ് 60 എന്ന് പറഞ്ഞാൽ 12 × ദൈവത്തിൻ്റെ കരുണയുടെ സംഖ്യയായ 5 = 60 എന്ന് കാണാം. ഇനി 12 ഗോത്രങ്ങളോട് യഹോവയാൻ ദൈവത്തിൻ്റെ കൃപ വന്നതുകൊണ്ടാണ് ഈ തൂണുകൾ 60 ആയത് എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളെ ഇൻറ്റു യഹോവയുടെ കൃപ = 12 × 5 60 എന്ന് കാണാം. നമ്മൾ ചിന്തിച്ചതുപോലെ അപ്പോസ്തലപ്രവൃത്തിയിലും 12 അപ്പോസ്തലന്മാരാൽ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവം തന്ന ലേഖനകർത്താക്കളിൽ കൂടി കിട്ടിയ ഉപദേശങ്ങൾ കൂടി പവിത്രതയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ സഭയുടെ സംഖ്യയാണ് 60 എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ജനമേ, ഈ യൂദയ്ക്ക് പകരം മാത്തിയാസിനെ തിരഞ്ഞെടുത്തതിൻ്റെ അർത്ഥം നാം മറന്നുപോകല്ലേ, നാം ഗ്രഹിച്ചിട്ടേ പോകാവൂ. ഇതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർ പറയുന്നത്, നിഴലും പൊരുളും അറിഞ്ഞില്ലെങ്കിൽ സഭ തെറ്റും, ഉപദേശങ്ങൾ ശിഥിലമാകും, നഷ്ടങ്ങൾ ഉണ്ടാകും, അതിന് കൊടുക്കേണ്ട വില ഭയങ്കരമായിരിക്കും, ഭയാനകമായിരിക്കും. നഷ്ടപ്പെട്ട മനുഷ്യനെ ദൈവത്തിൻ്റെ ക്രമപൂർണതയുടെ പ്രവർത്തനങ്ങൾ കൂടി വീണ്ടെടുത്ത സംഖ്യ കൂടി ആണ് 60 എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട മനുഷ്യനാകുന്ന 6ഉം ദൈവത്തിൻ്റെ ക്രമപൂർണതയുടെ സംഖ്യയാകുന്ന 10ഉം അല്ലെങ്കിൽ മനുഷ്യനെ ഏൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ വിജയത്തിൻ്റെ സംഖ്യയായ 10ഉം കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 60 എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകൻ എന്നുള്ള അഭിമാനത്തോടു കൂടി എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. എന്താണ് ഈ തൂണുകളായിട്ട് അവിടെ നമ്മളെ ചിത്രീകരിക്കുന്നത്? എങ്ങനെയാണ് വിശ്വാസിയെ തൂണുമായി കണക്ട് ചെയ്യുന്നത്? ഗലാത്യ ലേഖനം 2:9 തൂണുകളായി എണ്ണപ്പെട്ട യാക്കോബ്, കേഫാവ്, യോഹന്നാൻ. ആ വാക്യം വായിക്കുന്നു. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും. യാക്കോബ്, കേഫാവ്, യോഹന്നാൻ ഇവരെ ദൈവം പറയുന്നു, ഞാൻ തൂണുകളായി എണ്ണിയിരിക്കുന്നു.
എന്തിനാണ് ഇങ്ങനെയൊരു വാക്യം? പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചോദിക്കുമല്ലോ, ദൈവത്തിന് എന്നാ കുറച്ചുകൂടെ വിവരിച്ചെഴുതിക്കൂടായിരുന്നോ, സ്നാനത്തെക്കുറിച്ച് എഴുതിക്കൂടായിരുന്നോ, തിരുമേശയെക്കുറിച്ച് എഴുതിക്കൂടാ, ആഭരണത്തെക്കുറിച്ച് എഴുതിക്കൂടായിരുന്നോ എന്നൊക്കെ ഒത്തിരി ചോദ്യം ചോദിച്ച് ദൈവത്തെ നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗങ്ങൾ ഒത്തിരി മനുഷ്യജീവിതത്തിലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുക, എന്തിനാ ഇവരെ തൂണുകളായി ചിത്രീകരിക്കുന്ന? ഇച്ചൂടെ വ്യക്തമായിട്ട് ഇത് വല്ല ബിഷോപ്പായിട്ടെന്നോ അല്ലെങ്കിൽ വലിയ ശ്രേഷ്ഠ ദേവദാസൻ എന്നൊക്കെ നമ്മൾ ഈ കാലങ്ങളിൽ പറയുന്നത് പോലെ വലിയ ദേവദാസൻ, ശ്രേഷ്ഠ ദേവദാസൻ എന്നൊക്കെ പറയാമായിരുന്നല്ലോ. എന്തിനാണ് തൂണുകൾ എന്നുള്ള പദം അവിടെ വന്നിരിക്കുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിൽ മിസ്റ്റേക്ക് പറ്റുന്നതല്ല, നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് തൂണുകൾ എന്ന് അവിടെ എഴുതുവാൻ കാര്യം. സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൻ്റെ തൂണുകളെ ഉദ്ദേശിച്ചാണ്. ഈ തൂണുകളാണ് പുതിയ നിയമത്തിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൻ്റെ പ്രതീകമായ സംഖ്യയാണ് ഈ 60. അതുകൊണ്ടാണ് തൂണുകൾ എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 3:12 നമുക്ക് കാണുവാൻ കഴിയും, ജയിക്കുന്നവനെ ഞാൻ ആലയത്തിൻ്റെ തൂണാക്കും. അപ്പോൾ 60 എന്ന് പറയുന്നത് വിജയത്തിൻ്റെ സംഖ്യയാണ്. ആ സംഖ്യയിൽ അനേകരുണ്ട്. പക്ഷെ ജയിക്കണമെങ്കിൽ തിരുവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ നാം മനസ്സിലാക്കിയിരിക്കണം. തൂണുകൾ 60 ആകുമ്പോൾ പഴയ നിയമ പുതിയ നിയമ സഭയുടെ സംഖ്യയാണ് ഈ തൂണുകൾ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യം കൂടി വായിച്ച് കേൾപ്പിച്ചു. അത് ഒന്നുകൂടെ വായിച്ചിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം കൂടി ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ. ആ ഭാഗമൊക്കെ ഒത്തിരിയും വിവരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ 24 മൂപ്പന്മാർ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ വെള്ളയുടുപ്പ് ധരിച്ചിരിക്കുന്ന 24 മൂപ്പന്മാരുടെ ഛായയിൽ വരുന്നതാണ് ഈ തൂണുകൾ എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ 12 ഗോത്രങ്ങളെ × 5 60, 12 അപ്പോസ്തലന്മാർ × 5 60. അപ്പോൾ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമസഭയുടെയും വിശ്വാസികളുടെ കൂട്ടത്തിൻ്റെ തൂണുകളുടെ സംഖ്യയാണ് ഈ 60. അങ്ങനെ വരുമ്പോൾ അവർ വെള്ളയുടുപ്പ് ധരിച്ചവിടെ ഇരിക്കുന്നതെന്നുള്ളൊരു പദം എന്തുകൊണ്ട് അവിടെ കൂട്ടിച്ചേർത്തു എന്ന് ചോദിച്ചാൽ, ഈ സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിന് ചുറ്റുമടിച്ചിരിക്കുന്ന ഈ തൂണുകളെ ചുറ്റിയിരിക്കുന്ന പ്രാകാര മറശ്ശീല, അത് ഈ തൂണുകളെ ചുറ്റുകയും ഈ തൂണുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന കൊളുത്തുകളിൽ തൂങ്ങിക്കിടന്ന് ഈ തൂണുകളെ അത് വലയം ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരിലെ പ്രാകാരം നമ്മളോട് വിളിച്ചു പറയുന്നു, വിശുദ്ധന്മാരെ നിങ്ങളുടെ അകവും പുറവും വെള്ളയായിരിക്കണം. ഈ 24 മൂപ്പന്മാർ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. അതൊരു ഭംഗിവാക്കിന് എഴുതിയതല്ല. അതിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ മെസ്സേജ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് ദൈവത്തെ പഠിപ്പിക്കാൻ പോകരുത്. വെള്ള ഇട്ടെങ്കിലോ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ദൈവം പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തനത്തിൽ ഞാൻ എടുത്ത് പറഞ്ഞോർമ്മയിൽ നിന്നും പോകട്ടെ. ആവർത്തനത്തിൽ പറയുന്നത്, നിങ്ങൾ ഇസ്രയേലെ മിണ്ടാതിരുന്ന് കേൾക്ക, യഹൂദ പ്രഭുക്കന്മാരെ മിണ്ടാതിരുന്ന് കേൾക്ക. മറുചോദ്യം നിങ്ങൾ ചോദിക്കരുത്, കാരണം ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ചെയ്യുന്നത് മക്കൾ മനസ്സിലാക്കണം, പിതാവ് ചെയ്യുന്നത് മക്കൾ മനസ്സിലാക്കണം. അടുത്ത ഭാഗത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് പോകട്ടെ. പുറപ്പാട് പുസ്തകം 27:10. അതിൻ്റെ 20 തൂണും അവയുടെ 20 ചുവടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം. ഈ തൂണുകൾ മരുഭൂമിയിൽ കുഴിച്ചിടാൻ പാടില്ല. ഈ തൂണുകൾ താമ്ര ചുവടിന്മേലാണ് വയ്ക്കേണ്ടത്. താമ്രം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. താമ്രം ദൈവ കോപാഗ്നിയിൽ വെന്തെരിഞ്ഞ ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. തൂണുകൾ കുഴിച്ചിടാമായിരുന്നു. പാളയം മാറ്റി അടിക്കുമ്പോൾ ഈ താമ്ര ചുവടുകൾ ചുവന്നുകൊണ്ട് പോകേണ്ട ഭാരം ഒഴിവാക്കാമായിരുന്നു. ഇത് ചുമക്കേണ്ടത് മേരാരി ആയിരുന്നു എന്ന് ഇതിനു മുൻപുള്ള എപ്പിസോഡിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗർഷോൻ, കേഹാത്യർ, മേരാരി അവർ ചുമക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ കാണിച്ചിരുന്നു. ഇപ്പോഴും ഞങ്ങൾ ഇതെടുത്ത് കാണിക്കുന്നു. ഇതിൽ മേരാരി ചുമക്കേണ്ടത്
മൂന്നാമത്തെ ലിസ്റ്റിലുണ്ട് പലക, അന്താഴം, തൂണ്, ചുവട്, കുറ്റി, കയറ്. ഇതാണ് മേരാരി ചുമക്കേണ്ടത്. അപ്പോൾ ഈ മേരാരിയാണ് ഈ ചുവടുകളും ചുമക്കേണ്ടത്. പക്ഷേ നമ്മളെപ്പോലെ ഉള്ളവരായിരുന്നെങ്കിൽ സൂക്ഷ്മമായിട്ടും ദൈവത്തോട് ചോദിച്ചതിനും, ദൈവമേ ഇതങ്ങ് കുഴിച്ചിട്ടാൽ പോരായിരുന്നോ? 1 or 2 പാര കൂടെ പോരായിരുന്നോ? ഈ 60 ചുവടുകൾ ഞങ്ങൾ ചുമക്കണമല്ലോ. ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പാളയം മാറ്റിയടിക്കുമ്പോൾ ഈ ചുവടുകൾ ചുമക്കേണ്ട ജോലി മേരാരിക്കായിരുന്നു. അവർ പിറുപിറുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല, അവർ തിരിച്ചു ചോദിച്ചതായിട്ട് കാണുന്നില്ല. കാര്യം അവർക്ക് അറിയാം, ഞങ്ങളെ എൻ്റെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഞങ്ങളെ തിരഞ്ഞെടുത്തതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, ഈ മേരാരി കുഞ്ഞുങ്ങളുടെ ആരുടെയും നേരത്തെയുള്ള പ്ലാനൊന്നുമല്ല. എൻ്റെ ദൈവമായ കർത്താവ് അവരെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന് സൃഷ്ടിതാവോട് എപ്പോഴും നന്ദി പറയണം. കാക്ക കുഞ്ഞുങ്ങൾ പോലും ഇര കിട്ടാതെ ദൈവത്തോട് കരയുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അതിന് ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നുള്ള ബോധം ഈ മേരാരി കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ദൈവത്തെ പഠിപ്പിക്കാൻ പോകുന്നത് പോലെ പഠിപ്പിക്കുന്ന ദൈവമക്കളാകുന്ന നമുക്ക് പലർക്കും ഇല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം പലപ്പോഴും ദൈവത്തോട് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. അവരെ മോശയും അഹരോനും ഒക്കെ ചേർന്ന് പഠിപ്പിച്ചു. അതിൻ്റെ ഒരു ഗുണം അവരിൽ കാണാൻ പറ്റി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ ദൈവദാസന്മാർ ഘനശാലികളായിരിക്കണം. ദൈവവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ പഠിക്കണം. അത് ശരിക്ക് ഗ്രഹിച്ചിട്ട് വേണം, പുതിയ ശിഷ്യനാകാതെ അതിന് തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രജയം പ്രാപിച്ചിട്ട് വേണം നാം മുൻപോട്ട് പോകുവാൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. തൂണുകൾ വിശ്വാസികളുടെ നിഴലാകുമ്പോൾ നമ്മുടെ കീഴേ നിൽക്കുന്നത് താമ്ര ചുവടാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ താമ്ര ചുവട് ലോകത്തോട് സംസാരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. വിശ്വാസി, അങ്ങയ്ക്ക് ഈ ഭൂമിയുമായി അധികം ബന്ധം വേണ്ട. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ ഓർപ്പിച്ചു, യേശു നമ്മളെക്കുറിച്ച് പിതാവിനോടൊരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം ഇതായിരുന്നു, ഇവർ ലോകക്കാരല്ലായിരിക്കേ. ഇവർ ലോകക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. നാം ഈ ഭൂമിയിലല്ല, ക്രിസ്തുവിലാണ് വസിക്കുന്നതും നിൽക്കുന്നതും എന്ന് എഫേസ്യ ലേഖനം 2:22 നമ്മൾ കാണുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു നമ്മളെ ദൈവത്തിൽ, ക്രിസ്തുവിൽ നിവാസമാക്കേണ്ടതിന്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും വായിച്ചതാണ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. വേലയ്ക്കായി ഇറങ്ങിയ ദൈവമക്കളെ, കർത്താവിനായി ഇറങ്ങിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠന്മാരെ, ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതുപോലെ തിരിഞ്ഞു നോക്കരുത്. വേലയ്ക്കായി ഇറങ്ങിയവർ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കിയതുപോലെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ചിന്ത വരും, എത്ര കൂട്ടുകാർ ബിസിനസ് ചെയ്യുന്നു. നമ്മുടെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചവർ എത്ര പേർ കോൺട്രാക്ടേഴ്സ് ആയിരിക്കുന്നു, എത്ര പേർ വിദേശത്ത് പോയി, എത്ര പേർ വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, നാമോ സ്വർഗത്തിൽ ഉള്ളത് ചിന്തിക്കുന്നു. നാം ചിന്തിക്കുന്നത് സ്വർഗത്തിലുള്ളതായിരിക്കണം. വീണ്ടും ആ 2 പദങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എങ്കിൽ നാം എവിടെയായിരിക്കുന്നു, നാം എന്താണ് ചിന്തിക്കുന്നത്? ഈ താമ്ര ചുവട് വിളിച്ചു പറയുന്നു, വിശ്വാസി, അങ്ങയ്ക്ക് സംരക്ഷണം തരുന്നു. കാരണം ദൈവത്തിന് സ്തോത്രം, ഈ മണ്ണും ചെളിയും പാറയും പറ്റാതെ അങ്ങയെ സൂക്ഷിക്കുന്നത് ഈ താമ്ര ചുവടാണ്. എബ്രായ ലേഖനം 13:14 കൂടി ഞങ്ങൾ വായിക്കുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. ഈ തൂണിനെ നിർത്തുന്നത് ഈ ചുവടാണ്. നമ്മൾ ഇവിടെ അന്യരും പരദേശികളുമാണ്. ഇവിടെ നമുക്ക് ഒരു പെർമനൻ്റ് വാസസ്ഥലമില്ല, ഒരു പട്ടണമില്ല. നമ്മൾ അവിടേക്ക് നോക്കി പാർക്കുകയാണ്. ഏറെയായാൽ 70 അല്ലെങ്കിൽ 80. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കണമേ. ഈ താമ്ര ചുവടിന്മേലാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കണം. ഈ താമ്ര ചുവട്
കൂടാരമടിക്കുന്നിടത്ത് വെക്കണമെങ്കിൽ അതത്ര ഈസിയല്ല. കൂടാരമടിക്കുന്നതിന് മുൻപ് എവിടെ കൂടാരമടിക്കാൻ ആഗ്രഹിക്കുന്നതോ അവിടം ശരിക്ക് നിരപ്പാക്കി വൃത്തിയാകണം. എന്നിട്ട് മാത്രമേ ഈ താമ്ര ചുവടുകൾ സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കല്ലിനകത്തും ചരിഞ്ഞ സ്ഥലത്തും കുഴിയുള്ള സ്ഥലത്തും താമ്ര ചുവട് വെച്ചാൽ തൂണുകളെല്ലാം ചാഞ്ഞും ചരിഞ്ഞുമിരിക്കും. ഈ കൂടാരത്തിൻ്റെ ഒരു തൂണ് പോലും ഒരു സെൻറ്റിമീറ്ററിന് പോലും അല്ലെങ്കിൽ ഒരു മില്ലിമീറ്ററിന് പോലും ചരിയാതെ നിൽക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവം അതിനും അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. നാം ഇങ്ങനെ വായിക്കുന്നു യൂദായുടെ ലേഖനത്തിൽ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നമ്മളെ നിർത്തുന്നത് ഈ താമ്ര ചുവടാണ്. കുഴിച്ചിടുവാൻ പാടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇതിൽ പൊന്ന് പൊതിഞ്ഞിരിക്കുന്നു. പാര കൊണ്ട് കുഴി കുഴിച്ച് ആ കുഴിക്കകത്തേക്ക് ഈ തൂണിറക്കി ആ എടുത്ത കല്ലും മണ്ണും ഒക്കെ ഇട്ട് അതിനെ മൂട്ടി ഇടിച്ചുറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, സൂക്ഷ്മമായിട്ടും ഇതിൽ പൊതിഞ്ഞിരിക്കുന്ന പൊന്നിന് ക്ഷതം പറ്റും. അത് ഒരിക്കലും പാടില്ല. നമ്മിൽ പൊതിഞ്ഞിരിക്കുന്ന പൊന്നിന് യാതൊരു കേടും വരുവാൻ പാടില്ല. കാരണം കഴിഞ്ഞ ദിവസവും ഞാനത് ഓർപ്പിച്ചു. ശലോമോനോട് പറയുമ്പോൾ നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിന് മറ്റുള്ളവർ ദൂഷണം പറവാനിട വന്നതുകൊണ്ട് നിൻ്റെ കുഞ്ഞിനെ ബാധിക്കും. ദൈവത്തിൻ്റെ ജനമേ, നമ്മിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ ദൈവ തേജസ് ഒരു കാരണവശാലും അതിന് ക്ഷതം വരുവാൻ പാടില്ല. ആയതിനാൽ കാൽവറിയിലെ യാഗപീഠത്തിൽ വെന്തുരുകിയ താമ്രം ക്രിസ്തു അങ്ങയുടെ ശാശ്വത അടിസ്ഥാനമായിരിക്കട്ടെ. ഈ താമ്ര ചുവടാണ് നമ്മെ താങ്ങുന്നത്. പാറമേൽ ഉള്ള വീട് പണി. ഇതിനോടനുബന്ധിച്ച് ഞാൻ ഒരു വേദഭാഗം കൂടെ വായിക്കുന്നു. 2 തെസ്സലോനി 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയ്ക്ക് ലേഖനം എഴുതുമ്പോൾ AD 51 മിഡിൽ ഭാഗത്തിരുന്നാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ പറയുകയാണ്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. വഴിയിൽ നിന്ന് തടയുന്ന പരിശുദ്ധാത്മാവ് നീങ്ങിപ്പോകുക മാത്രം വേണം. ബാക്കി വായിച്ചാട്ടെ പ്ലീസ്. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. അധർമ്മമൂർത്തിയാകുന്ന ആന്റി ക്രൈസ്റ്റ് വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശുക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിക്കളയും. അത് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ്. അതെ, അവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകട്ടെ. വായിച്ചാട്ടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ശ്രദ്ധിക്കണമേ, സാത്താന്റെ ശക്തിയോടുകൂടി അധർമ്മമൂർത്തിയുടെ ആത്മാവിടെ വ്യാപരിക്കുമ്പോൾ അടയാളങ്ങള്, അത്ഭുതങ്ങള്, വലിയ ശക്തികൾ ഇവിടെ നടക്കും. അവര് ഇന്ന് തകർക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, അത്ഭുതങ്ങൾ ചെയ്തും അടയാളങ്ങൾ ചെയ്യും, അന്നാളിൽ ഞാൻ അറിയുന്നില്ലെന്ന് പറയും. താഴോട്ട് വീണ്ടും വായിക്കുന്നു പ്ലീസ്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായി. കണ്ടോ, അനേകർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിക്കായിക കൊണ്ട് തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും. വളരെ ശ്രദ്ധിക്കണമേ, ഈ ദൈവവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളും അല്ലെങ്കിൽ ആഴമായ ഉപദേശങ്ങളും ലഭിച്ചിട്ടും അതിനെ താൽക്കാലിക ലാഭത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ സ്വയമഹിമയ്ക്കു വേണ്ടിയോ ആൾക്കാരെ കൂട്ടി ഒരു മെഗാ ചർച്ച് എന്നൊക്കെ പറയുവാൻ വേണ്ടിയോ ഒക്കെ ഈ സത്യത്തെ ഗ്രഹിക്കാൻ അവസരം ലഭിച്ചിട്ടും അവർ അതിനെ തട്ടിത്തെറിപ്പിച്ച് മുൻപോട്ട് പോയാൽ, വായിച്ചാട്ടെ, സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്കു വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അവരുടെ മേൽ അയക്കുന്നു ദൈവം അറിഞ്ഞുകൊണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, സത്യം
അവരെ വെളിപ്പെടുത്തി. സത്യം അവർക്ക് പഠിക്കുവാൻ അവസരം കൊടുത്തു. അനേക ദൈവദാസന്മാരെ വിട്ട് പഠിപ്പിച്ചു. പക്ഷേ താൽക്കാലിക മോഹത്തിനും പണസമ്പാദത്തിനു വേണ്ടിയോ സ്വയപുകഴ്ചയ്ക്ക് വേണ്ടിയോ ഒക്കെ സത്യവചനത്തിൽ നിന്നും മാറുമ്പോൾ പിന്നെ അവർക്കിങ്ങനെയുള്ള വചനം എത്ര പഠിപ്പിച്ചാലും അവരെ ഗ്രഹിക്കത്തില്ല. കാരണം വ്യാജത്തിൻ്റെ ആത്മാവിൽ അടിമയായിപ്പോലും. അതുകൊണ്ട് ദൈവത്തിന് ജനമേ, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുന്നുവെങ്കിൽ സത്യത്തെ ഗ്രഹിക്കാൻ ദൈവം അവസരം തന്നാൽ ആ സത്യത്തെ ഗ്രഹിച്ച് അടുത്ത സ്റ്റെപ്പുകൾ വെച്ച് അടുത്ത കൃപയിലേക്ക് കടക്കുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളണം. ദൈവം നമ്മെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ച ഭാഗം 60 തൂണുകൾ എങ്ങനെ വന്നു, ആ 60ൻ്റെ അർത്ഥം എന്താണ്, അതുമാത്രമല്ല ഈ 60 തൂണുകളെ എന്തുകൊണ്ട് കുഴിച്ചിട്ടില്ല, അതുമാത്രമല്ല അതിനെ താങ്ങുന്ന താമ്ര ചുവടിനെ കുറിച്ചും ചിന്തിക്കുവാൻ ഇടയായി. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും മാനിക്കട്ടെ. ഓർക്കണമേ, നാം നിൽക്കുന്നത് ഈ ഭൂമിയിലല്ല, നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നാം നിൽക്കുന്നത് ക്രിസ്തുവിലാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു പട്ടണമില്ല. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്കൊരുമിച്ച് വിവിധ സ്ഥലങ്ങളിലിരുന്ന് അങ്ങയുടെ വചനം ശ്രദ്ധിക്കുവാൻ അവസരം തന്നല്ലോ. കൂടുതലായി ഞങ്ങളെ ശക്തീകരിക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഇറക്കണമേ. അങ്ങ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. ജീവൻ തന്ന യേശു തമ്പുരാൻ്റെ സ്നേഹമുള്ള നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ